Today we are going to take the lesson. It's a poem of the second unit. It is the last poem of our second unit. So by taking this poem, our second unit will be finished. Death the Leveler. That is the name of our poem, and it is written by James Shirley. So who is James Shirley? He was known as the last of the Elizabethans. അത് എലിസബത്തൻ പീരീഡിലുള്ള ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ഒരു പോയറ്റായിരുന്നു ജെയിംസ് ഷെർലി. ഹി വാസ് എ പ്രൊളിഫിക് റൈറ്റർ ഫോർ ദ സ്റ്റേജ്. അത് സ്റ്റേജ് ഷോയ്ക്കൊക്കെ വേണ്ടിയിട്ട് എഴുതുന്ന ആളായിരുന്നു. ഹി ഓൾസോ പബ്ലിഷ്ഡ് 4 small volumes of poems and plays. Death the Leveler is a funeral song. This is a funeral, അതായത് മരണഗീതം, ചരമഗീതം എന്നൊക്കെ പറയില്ലേ, അതാണ് ഫ്യൂണറൽ സോങ്. However, it appeals to the reader to think about human actions. So it shows about our actions. The central idea of the poem is the vanity and impermanence of earthly glory and power. അതായത് ഭൂമിയിലുള്ള ഒരു വിജയത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ഗ്ലോറി, അതിൻ്റെയൊക്കെ ഇംപെർമനൻസ്, അനശ്വരത, ഒന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് ഈ പോയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഡെത്ത് നോസ് നോ ഡിസ്റ്റിങ്ഷൻ ആൻഡ് ക്യാരീസ് ഓഫ് ഓൾ അലൈക്ക് ഹൈ ആൻഡ് ലോ. മരണത്തിന് മുന്നിൽ മാത്രം എല്ലാവരും തുല്യരാണ്. ദർ ഇസ് നോ ഹൈ ആൻഡ് ലോ. ഉയർന്ന ആളുകൾ അല്ലെങ്കിൽ താഴ്ന്ന നിലയിലുള്ളവർ, റിച്ച് പുവർ, ദർ ഇസ് നോട്ട് സച്ച് ടൈപ്പ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്. ഇറ്റ് ഈസ് ഓൺലി ദ മെമ്മറി ഓഫ് ദ ഗുഡ് ഡീഡ്സ് ഡൺ ഡ്യൂറിങ് ആർ ടൈം ദാറ്റ് വിൽ റിമെയിൻ ഫോർ എവർ. പക്ഷെ എന്നും ശാശ്വതമായി നിൽക്കുന്ന കാര്യം എന്താണ്? അവർ ഗുഡ് ഡീഡ്സ് ഓൺലി. നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ മാത്രമാണ് എന്നും ശാശ്വതമായിട്ട് നിലനിൽക്കുള്ളൂ. സോ deeds speak louder than words. What is that? Deed means action. So action speak louder than words. Action is important than words. Good deeds will be remembered forever. നമ്മൾ ചെയ്യുന്ന നന്മകൾ എന്നും എല്ലാവരും ഓർമ്മിക്കും. Here is a poem which tells us about the glory of deeds. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ poem, it shows the glory of our deeds. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു മഹത്വം. See, listen, I will recite the lines. The glories of our blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hands on kings. The glories of our blood and state are shadows. എന്താ പറയുന്നത്? നമ്മുടെ വിജയം, the glories of our blood and state, നമ്മുടെ പാരമ്പര്യം. ചിലരുടെ പാരമ്പര്യത്തിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേടിയിട്ടുള്ള അവർ അച്ചീവ്മെൻറ്റ്സ്, എവറിത്തിങ് ആർ ഷാഡോസ്, എല്ലാം വെറും നിഴലുകളാണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്. സബ്സ്റ്റാൻഷ്യൽ മീൻസ് ഫോർ എവർ, എന്നെന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. അതായത് നമ്മുടെ പാരമ്പര്യം എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മൾ നേടിയിട്ടുള്ള വിജയമോ, ഇറ്റ് ഈസ് നോട്ട് ഫോർ എവർ, ഒരിക്കലും എന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. There is no armor against fate. What is armor? Armor means പടച്ചട്ട. അതായത് വിധിക്കെതിരെ പൊരുതാനുള്ള ഒരു പടച്ചട്ട ഇന്ന് വരെയും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. That means we cannot fight against fate. വിധിക്കെതിരായിട്ട് പൊരുതാൻ നമുക്ക് കഴിയില്ല. Death lays his icy hand on kings. മരണത്തിൻ്റെ തണുത്ത കൈകൾ രാജാക്കന്മാരെ വരെ പിടികൂടും. Scepter and crown must tumble down. Scepter means ചെങ്കോല്. അത് രാജാക്കന്മാരുടെ ഒരു പവറിൻ്റെ ആ ഒരു സിമ്പിളാണ് എന്ത്? Scepter and crown. അത് തകർന്നു വീഴും. Must tumble down, ഉരുണ്ട് വീഴും. And in the dust be equal made. എന്നിട്ട് മണ്ണിലെല്ലാവരും തുല്യരായി മാറാണ്. With the poor crooked scythe and spade. പുവർ ക്രൂക്കഡ് സൈത്ത്. ക്രൂക്കഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട. സൈത്ത്, ദാറ്റ് ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസിങ് ടു കട്ടിങ് ഗ്രാസ്, അരിവാൾ എന്നൊക്കെ പറയും. സൈത്ത് ആൻഡ് സ്പേഡ്. സ്പേഡ് എന്ന് പറഞ്ഞാൽ കൈക്കോട്ട്. സോ ദ തിങ്സ് യൂസ്ഡ് ബൈ ദ പുവർ പീപ്പിൾ, സൈത്ത് ആൻഡ് സ്പേഡ്, ദാറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് പുവർ പീപ്പിൾ. ആൻഡ് സെപ്റ്റർ ആൻഡ് ക്രൗൺ, ദാറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് കിങ്. സോ രാജാക്കന്മാരായാലും പാവപ്പെട്ടവരായാലും മരണം എത്തിക്കഴിഞ്ഞാൽ മരണത്തിന് ശേഷം എല്ലാവരും പോകുന്ന എങ്ങോട്ടാണ്? ഡസ്റ്റ്, മണ്ണിലേക്കാണ്. സോ ദേ വിൽ ബി ഈക്വൽ. രാജാവായാലും പാവപ്പെട്ടവനായാലും മരിച്ചു കഴിഞ്ഞാൽ അവർ പോകുന്നത് മണ്ണിലേക്കാണ്.
സോ ഡെത്ത് മേക്ക് ദം ഈക്വലൈസർ. ഡെത്ത് എന്ത് ചെയ്യും? മരണം എല്ലാവരെയും ഈക്വലൈസർ ആക്കി മാറ്റും. So this is the summary of first stanza. Now we are going to enter into second stanza. Some men with swords may reap the field and plant fresh laurels where they kill. എന്താ പറയുന്നത്? Some men, here conquerors, അതായത് കീഴടക്കുന്നവർ, യുദ്ധം ചെയ്ത് പോരാളികൾ, അവരെന്ത് ചെയ്യും? Some men with swords may reap the field എന്ന് പറഞ്ഞാൽ conquer everything and plant fresh laurel. Laurel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയത്തിനെ സൂചിപ്പിക്കുന്ന ഒരു തരം ഇലയാണ് ലോറൽ. വെറുതെ കിൽ, അതായത് ഇപ്പോൾ നെപ്പോളിയൻ, അതുപോലെ അലക്സാണ്ടർ, ഇവരൊക്കെ ശക്തരായ പോരാളികളാണ്. അവരെല്ലാം കീഴടക്കുന്നവരായിരുന്നു. അവർക്ക് എപ്പോഴും വിജയമായിരുന്നു. അവരെങ്ങനെയാണ് കീഴടക്കുന്നത്? ആളുകളെ കൊന്നിട്ടാണ്. സോ ദേ ഡിഫീറ്റ് അതേഴ്സ് ആൻഡ് ദേ വിൽ ബി സക്സസ്. അവരങ്ങനെ വിജയം നേടിയിട്ടുള്ള പോരാളികളാണ്. അവരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോ അവർ വിജയം നേടിക്കഴിഞ്ഞാൽ അത് ആഘോഷിക്കും. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വെറുതെ കിൽ. അവരുടെ വിജയം, മറ്റുള്ളവരുടെ മുകളിൽ നേടിയിട്ടുള്ള ആ ഒരു വിജയം അവരെ ആഘോഷിച്ച് എന്തായി മാറും? ശക്തരായ പോരാളികളായിട്ട് മാറിയ ആളുകളാണ്. ബട്ട് ദെയർ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്. പക്ഷെ അവരുടെ നെർവ്സ് പോലും വിധിയുടെ മുന്നിൽ കീഴടങ്ങാനുള്ളതാണ്. ദേ ടൈം ബട്ട് വൺ അനദർ സ്റ്റിൽ. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ കൺട്രോൾ സംതിങ് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ ഉണ്ട്. വൺ അനദർ സ്റ്റിൽ. പക്ഷേ ഓരോരുത്തരായിട്ട് അവരെന്ത് ചെയ്യും? വിധിക്ക് കീഴടങ്ങും. ഏർലി ഓർ ലേറ്റ്. ചിലർ പെട്ടെന്ന് തന്നെ ആവും, ചിലർ വളരെ വൈകിട്ടായാലും എനി ഹൗ ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ്. വിധിയുടെ മുന്നിൽ കുനിയാതെ അവർക്ക് ഒരിക്കലും ആ ഒരു പോരാളി, എത്ര വലിയ പോരാളികൾ പോലും വിധിയുടെ മുന്നിൽ അല്ലെങ്കിൽ മരണത്തിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരും. അപ്പോൾ മരണത്തിൻ്റെ സമയത്ത് എന്തുണ്ടാവും? ആൻഡ് മസ്റ്റ് ഗീവ് അപ്പ് ദെയർ മർമറിംഗ് ബ്രത്ത്. മരണസമയത്ത് പോരാളികൾ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ സൗണ്ടൊക്കെ എടുക്കുന്ന ആളുകളായിരിക്കും. ദേ വിൽ ബി മോർ പവർഫുൾ അല്ലേ? യുദ്ധമൊക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ പോലും മരണത്തിൻ്റെ സമയത്ത് എന്താവും? മർമറിംഗ് ബ്രത്ത്. അവർക്ക് മർമർ എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക, അതായത് ചെറിയ ശ്വാസത്തോട് കൂടിയിട്ട് അവർ മരണത്തിന് കീഴ്പ്പെടുകയാണ്. വെൻ ദേ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത്. പെയിൽ ക്യാപ്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിളറി ഇല്ലാതാവുന്ന തടവുകാരായി മാറും, മരണത്തിൻ്റെ തടവുകാരായി മാറുകയാണ് കോൺകറേഴ്സ്. അതായത് പോരാളികൾ ഒരുപാട് പേരെ കീഴടക്കി വിജയമൊക്കെ കൈവരിച്ചാൽ പോലും മരണം അടുത്തെത്തിക്കഴിഞ്ഞാൽ ദേ ഹാവ് ടു കോൺകർ. അവർക്ക് കീഴടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. പോരാളികൾ എന്തായി മാറുകയാണ്? അവർ ക്യാപ്റ്റീവ്സ്, തടവുകാരായി മാറുകയാണ്. ആരുടെ തടവുകാരാണ്? മരണത്തിൻ്റെ തടവുകാരായിട്ട് എല്ലാവരും മാറും. ലാസ്റ്റ് സ്റ്റാൻസ. ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ. ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗാർലൻഡ്സ്, പൂമാലകൾ. വിതർ ഓൺ യുവർ ബ്രോ, നീ നേടിയിട്ടുള്ള വിജയങ്ങളെല്ലാം ഇല്ലാതാവും. അതായത് മറ്റുള്ളവരെ കീഴടക്കി ഇന്ന് ഉയരത്തിലെത്തി, പക്ഷെ മരണം വന്നു കഴിഞ്ഞാൽ ആ വിജയമെല്ലാം ഇല്ലാതാവും. അതാണ് ഗാർലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമാലയാണ്. ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്. നിൻ്റെ ആ ഒരു നീ ഉണ്ടാക്കിയിട്ടുള്ള കീർത്തിയെല്ലാം പിന്നീട് പാടി നടക്കാൻ ഉണ്ടാവില്ല. ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്. നീ ചെയ്ത ധീരപ്രവൃത്തികളെ കുറിച്ച് പിന്നീട് പുകഴ്ത്തി പാടാൻ നീ ഉണ്ടാവില്ല. അപ്പോൾ ഡെത്ത്സ് പേർപ്പിൾ അൾത്താർ നൗ. ഡെത്ത് പർപ്പിൾ അൾത്താർ. പൾപ്പിൾ ദാറ്റ് ഇസ് ദ അൾത്താർ എന്ന് പറഞ്ഞാൽ എന്താ? ബലിപീഠം. അതായത് മരണം നടക്കുന്ന ആ പ്ലേസിനെയാണ് ഇവിടെ അൾത്താർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെത്ത്സ് പേർപ്പിൾ അൾത്താർ, അതായത് ഒരുപാട് രക്തക്കറയൊക്കെ വീണിട്ട് ആ ഒരു പ്ലേസിന് പർപ്പിൾ കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഡെത്ത്സ് പേർപ്പിൾ അൾത്താർ നൗ സീ വേർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ്. അതായത് വിക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? വിജയം കൈവരിച്ച ആൾ. വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇരയായ ആൾ. അതായത് കൊല്ലപ്പെട്ടവനും കൊല്ലുന്നവനും എന്തായി മാറും? ഇവിടെ സമന്മാരാണ്. ഇത് മരണത്തിൻ്റെ മുന്നിൽ കൊല്ലപ്പെട്ടവനെന്നോ കൊന്നവനെന്നോ എന്നുള്ള വ്യത്യാസമില്ല. സീ വേർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ് യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടൂം. TOMB, ദാറ്റ് ഇസ് ടൂം. ബി എന്നുള്ളത് സൈലൻ്റ് ആണ്. യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടൂം. അത് കല്ലറയുടെ മുന്നിൽ നിന്റെ തണുത്ത തല ആരുടെ ആയാലും യു വിൽ ബി ദെയർ. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്. നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും വാട്ട് വിൽ ബി ദ റിമൈനിങ് തിങ്? ഓൺലി ദി ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്. ജസ്റ്റ് മീൻസ് ജസ്റ്റിസ്. നമ്മൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾ, നീതിപൂർവമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ മാത്രമാണ് എന്നും നിലനിൽക്കുന്നത്. സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്.
സ്മെൽ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല്. അതുപോലെ ബ്ലോസം എന്ന് പറഞ്ഞാൽ പുഷ്പിക്കുക. ഇൻ ദെയർ ഡസ്റ്റ്. അതായത് മരണത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്താണ് നിലനിൽക്കുന്നത്? നമ്മൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾ മാത്രമാണ് ശാശ്വതമായിട്ട് നിലനിൽക്കുകയുള്ളൂ. സോ ദിസ് ഇസ് ദ പോയം ഡെത്ത് ദ ലെവലർ. ദാറ്റ്സ് എ പോയം. ഇവിടെ എന്താ പറയുന്നത്? മരണം എല്ലാവരെയും തുല്യരാക്കി മാറ്റും. സോ വാട്ട് വിൽ ബി ദ റിമൈനിങ് തിങ്? ഓൺലി അവർ ഗുഡ് ഡീഡ്സ്. നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്താൽ മാത്രം അത് മാത്രമാണ് മരണത്തിന് ശേഷവും നിലനിൽക്കുന്നത്. സോ ദിസ് ഇസ് ദ പോയം. ഓക്കെ, നൗ വി വിൽ ഡിസ്കസ് ദ റൈമിംഗ് സ്കീം. So what is you all know what is rhyming word? Rhyming words എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. Today we are going to discuss rhyming scheme. What is a rhyming scheme? So in all poem there will be difference will be there. എല്ലാ പോയത്തിലും ഒരേപോലെയുള്ള റൈമിംഗ് സ്കീം ആയിരിക്കില്ല യൂസ് ചെയ്തിട്ടുണ്ടാവുക. സോ ലെറ്റ് us check the first stanza. How we will take the rhyming scheme? First of all, you have to look the last words of each line. The glories of our blood and state. So first word is, in the first line we get the word state. Okay. Next is second line, the last word is things. Then fate, kings, crown, down, made, spade. So first we have to take all the last words of the stanza 1. So in stanza 1, these are the last words of each line. And state, for each word we are attributing a letter. We have to denote the rhyming scheme by using small letters. So first we will give A, and things, it is different, so we give B. Again fate, we write with A, because this is the state and fate, these are rhyming words. So when it comes same, we have to use the same alphabets, A. Then kings, B. Crown, there is no word, so we take the next letter C. Down, same, C. Made, D. Spade, D. So the rhyming scheme of this poem is, we have to write A B, C C, D D. This is the rhyming scheme of this poem. And second stanza, third stanza, just to check it whether this is following. Almost it will be the same. Okay, we are going to discuss the various poetic devices. So what are poetic devices or figures of speech? When you are writing a critical appreciation, you have to know these things. എക്സാമിന് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു പോയത്തിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷനിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. So first of all, you have to know, you should have an idea what are the figures of speech. Okay, so in this class we are going to discuss some of the figures of speech we normally use in a poem. Say, listen, figures of speech. First one, alliteration. What is alliteration? It is repetition of the beginning sounds of neighboring words. Example, Nick needed new notebooks. എന്താ ഇതെന്ന് മനസ്സിലാക്കുന്നത്? അലിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേർഡിൻ്റെയും ബിഗിനിങ് സൗണ്ട് സെയിം ആയിരിക്കും. ഇവിടെ നിക്ക് എൻ, നീഡഡ് എൻ, ന്യൂ എൻ, നോട്ട്ബുക്സ് എൻ. സോ ദിസ് ഇസ് അലിട്രേഷൻ. നെക്സ്റ്റ്, ഹൈപ്പർബോൾ. Hyperbole, it is exaggerating statements. So what is exaggeration? Example, I have told you to stop 1,000 times. അത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഞാൻ നിന്നോട് ഒരു 1000 വട്ടം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു 10,000 വട്ടം പറഞ്ഞു. ബട്ട് ആക്ച്വലി വി ഹാവ് നോട്ട് സെയ്ഡ് 1000 ടൈംസ്. നമ്മൾ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവില്ല, ബട്ട് വി ആർ എക്സാജറേറ്റിംഗ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതിന് എക്സാജറേറ്റ് ചെയ്ത് പറയാം. ദാറ്റ് ഈസ് ഹൈപ്പർബോൾ. ഓക്കെ. നെക്സ്റ്റ് വൺ, മെറ്റഫർ. ഇറ്റ് ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ്. ഒരുപോലെ അല്ലാത്ത രണ്ട് കാര്യങ്ങളെ നമ്മൾ കമ്പയർ ചെയ്ത് പറയാം, ബട്ട് വിത്തൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. പക്ഷെ അതിൽ എന്തുണ്ടാവില്ല? ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നുള്ള രണ്ട് വേർഡ്സ് ഉണ്ടാവില്ല. എക്സാമ്പിൾ, ദ വേർഡ് ഇസ് എ സ്റ്റേജ്.
വേൾഡ് എന്താണ്? ഒരു സ്റ്റേജാണ്. വേൾഡ് ഈസ് എ സ്റ്റേജ്. വേൾഡ് ലോകത്തെ ഒരു സ്റ്റേജിനോട് കമ്പയർ ചെയ്യാണ്. സോ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ metaphor. Okay, simile also same like metaphor, but the difference is comparison between two unlike things using like or as. പക്ഷേ സിമിലിയിൽ എന്തുണ്ടാവും? ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നുള്ള ഈ രണ്ട് വേർഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കും. ദ വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ്. സെയിം എക്സാമ്പിൾ ഐ ഹാവ് ടേക്കൺ. ദ വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ്. ഇവിടെ ലൈക്ക് എന്ന് വരുമ്പോൾ അതെന്തായി മാറും? സിമിലി ആയി മാറും. ഇഫ് ദർ ഇസ് നോ ലൈക്ക് ഇറ്റ് ഈസ് മെറ്റഫർ. ഓക്കെ, നെക്സ്റ്റ് ഓക്സിമോറോൺ. ഓക്സിമോറോൺ ഈസ് ടു കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ടുഗെദർ. അതിൽ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് പറയുന്നതാണ് ഓക്സിമോറോൺ. ഫോർ എക്സാമ്പിൾ സ്വീറ്റ് സോറോ. സ്വീറ്റ് സോറോ, സോറോ എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം. അപ്പോൾ അതിൻ്റെ കൂടെ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്, സോറോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ക്വാളിറ്റി. സോ ഈ പോസിറ്റീവും നെഗറ്റീവും കൂടി കമ്പൈൻ ചെയ്തിട്ട് വരുന്ന അത്തരം വേർഡ്സാണ് എന്ത്? ഓക്സിമോറോൺ. ദെൻ പേഴ്സോണിഫിക്കേഷൻ. ഇറ്റ് ഈസ് ഗിവിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ലിവിങ് തിങ്സ്. അതായത് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ദ ഫ്ലവേഴ്സ് സ്മൈൽഡ്. പൂക്കൾ ചിരിച്ചു. ചിരി അല്ലെങ്കിൽ സ്മൈലിംഗ്, ദാറ്റ് ഈസ് എ ക്വാളിറ്റി ഓഫ് ലിവിങ് തിങ്സ്. ജീവിച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് ഉള്ളൊരു ക്വാളിറ്റിയാണ് സ്മൈലിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ തിങ്സ്, ഹ്യൂമൻ ബീയിങ്സിന്. സോ ദാറ്റ് ക്വാളിറ്റി ഈസ് ആട്രിബ്യൂട്ടഡ് ടു നോൺ ലിവിങ് തിങ്. ദ ഫ്ലവേഴ്സ് സ്മൈൽഡ് ഓർ ദ ഫ്ലവേഴ്സ് ഡാൻസ്ഡ്. ഇതൊക്കെ എന്താണ്? ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഫോർ പേഴ്സോണിഫിക്കേഷൻ. നെക്സ്റ്റ് ഈസ് മെറ്റോണിമി. ഇറ്റ് ഈസ് എ തിങ് ഓർ കോൺസെപ്റ്റ് ഈസ് റെഫേർഡ് ടു ബൈ എ നെയിം. അതായത് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു അതിനെ ഒരു പേര് കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കിരീടം. ഇറ്റ് ഷോസ് ദ പവർ ഓഫ് എ കിങ്. അതായത് രാജാവിൻ്റെ ഒരു പവർ, അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ക്രൗൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അതായത് എ തിങ് ഓർ കോൺസെപ്റ്റ് ഈസ് റെഫേർഡ് ടു ബൈ എ നെയിം. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ വേറൊരു പേര് കൊണ്ട് സൂചിപ്പിക്കുക. സോ വെൻ വി ഹിയർ ദാറ്റ് നെയിം, ദാറ്റ് കോൺസെപ്റ്റ് വിൽ കം ടു അവർ മൈൻഡ്. മനസ്സിലായോ? അപ്പോൾ ക്രൗൺ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു പവർ, രാജാവിൻ്റെ ഒരു പവർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് വരും. സോ ദീസ് ആർ സം ഓഫ് ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യു ഹാവ് ടു ലേൺ. ഇനി നമ്മുടെ ഈ പോയത്തിൽ ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയത്തിൽ ഏതൊക്കെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് I will give you one example and others you have to find out yourself and we will discuss in the interaction class that thing. So see, first two lines, the glories of blood and state are shadows. ഇവിടെ ആദ്യത്തെ രണ്ട് ലൈനിൽ എന്താ പറയുന്നത്? നമ്മുടെ ഗ്ലോറീസ്, അതായത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, അതിനെ എന്തായിട്ടാണ് പറയുന്നത്? അച്ചീവ്മെൻറ്റ്സ് എന്താണ്? ഇറ്റ് ഈസ് ഷാഡോ. അവർ ഗ്ലോറീസ് ആൻഡ് ബ്ലഡ് ആർ ഷാഡോ. അത് ഷാഡോസ് ആണ്. ഇവിടെ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. So our glories and blood, it is compared to shadows without using like or as. So this is an example for metaphor. Okay. So the rest of the figures of speech just you have to find out and we will discuss it in the interaction class. Okay, thank you.